सोनिक पर पहली बार देखिए द लेजेंड ऑफ हनुमान हर रोज शाम 7 बजे सोनिक पर। Watch full episodes on Jio Hotstar. രക്ഷിക്കണേ. ഓടിക്കടുത്തല്ല. രക്ഷിക്കണേ, രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. അമ്മേ, അച്ഛാ, രക്ഷിക്കണേ. അയ്യോ, അയ്യോ, ആരെങ്കിലും എന്റെ മോളെ ഒന്ന് രക്ഷപ്പെടുത്തേ. അവളാ അപകട സ്ഥലത്ത് പെട്ടിരിക്കുക. ആരട്ടോ കൊച്ചിനെ അങ്ങനെ വീട്ടിൽ തനിച്ചാക്കിട്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഹെലികോപ്റ്റർ പോലും ഇങ്ങോട്ട് വരില്ലെന്ന് പറയുന്നു. വോൾക്കാനോ കൊണ്ടാണെങ്കിൽ ആ സ്ഥലം മുഴുവൻ നശിച്ചോണ്ടിരിക്കുക. ഇനി ആ കൊച്ചെ എങ്ങനെ രക്ഷപ്പെടും? എനിക്കറിയാമായിരുന്നു ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുമെന്ന്. പൊളിച്ചടുത്തല്ലോ. ഇനിയിപ്പോ കൊച്ചിനെ രക്ഷിക്കാൻ യാതൊരു വഴിയും കാണുന്നില്ല. അയ്യോ, ആരെങ്കിലും ഒന്ന് ശ്രമിച്ച, ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് എന്റെ മോളവിടെ. ആരെങ്കിലും രക്ഷപ്പെട്ടേ. ചങ്ക എന്റെ ബ്രോ യാതൊരു വഴിയും തെളിയാത്തപ്പോ മുകളിലുള്ളവൻ ഒരാളെ നിയോഗിക്കും. അവൻ വരും. അയ്യോ, എന്റെ ഹത്തിപ്പാറ അമ്മച്ചെ അവൻ എത്തിയിരിക്കുന്നു. അതും എന്റെ കാറില്. അത് നമ്മുടെ മോട്ടുവും പത്രുവ. അവരെയാണ് മുകളിലുള്ളവൻ നിയോഗിച്ചിരിക്കുന്നത് ചങ്കുകളെ. സമയം ഒട്ടും തന്നെ ഇല്ല. വേഗം ചെന്ന പെണ്ണിനെ രക്ഷിക്ക്. കണ്ടില്ലേ, വോൾക്കാനുകളെല്ലാം പൊട്ടിത്തെറിക്കുകയാണ്. ആപത്ത് അടുക്കുകയാണ്. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട പത്തലു, ഞാനില്ലേ കൂടെ. ഞാൻ ഇപ്പൊ വരാം. ഹലോ ഹലോ ഹലോ, മോളെ എവിടെയാ ഉള്ളത്? പുറത്തേക്ക് വാ, ഞാൻ നിന്നെ കൊണ്ടുപോകാനാണ് വന്നത്. ഹലോ, ആരുമില്ലേ? ഹലോ, മോളെ എന്തെങ്കിലും ഒരു ശബ്ദം ഉണ്ടാക്കൂ, ശബ്ദം ഉണ്ടാക്കൂ. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യ്. എന്റെ മോളെ വേഗം രക്ഷപ്പെടുത്ത്. രക്ഷിക്കണേ, അച്ഛാ, അമ്മ രക്ഷിക്കണേ. മോളെ വേഗം പുറത്തേക്ക് വാ, സമയം കുറച്ചേ ഉള്ളൂ. വേഗം പുറത്തേക്ക് വാ. ഓ എന്റെ ചങ്കുകളെ, എന്റെ സഹോദരങ്ങളെ, ഒന്ന് നിങ്ങൾ വേഗം പുറത്തേക്ക് വരൂ. ഒരുപക്ഷെ അത് നിങ്ങളുടെ ദേഹത്ത് വീഴുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല ചങ്കുകളെ. മോട്ടുവിന് പുറത്തേക്ക് വരാൻ കഴിയില്ല എന്നാ തോന്നുന്നേ. മോട്ടു പുറത്തേക്ക് വാ. വളരെ വലിയ പാറ കഷ്ണങ്ങളാ ഇങ്ങോട്ട് ഉരുണ്ടു വരുന്നത്. മോട്ടു, ഞാൻ വിളിക്കുന്നത് കേൾക്കുന്നുണ്ടോ?
മോട്ടു വേഗം പുറത്തേക്ക് വാ. ഞങ്ങൾ വരുവാണ് മോളെ, ഇനി പേടിക്കണ്ട കേട്ടോ. പത്തലു വേഗം വലിച്ചോ. വേഗം വാ. പത്തലു പതുക്കെ, മോളെ പേടിക്കണ്ട. മോട്ടു പത്തലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ആലോചിക്കൂ. പേടിച്ചോണ്ട് നിന്ന കാര്യങ്ങൾ നടക്കൂല എന്റെ പത്തലു. എന്നെ രക്ഷിക്കണേ. ഐഡിയ. ഡോക്ടർ ജഡ്ക, റിമോട്ട് കൊണ്ട് ഉടനെ ഈ കാറ് പറപ്പിക്ക്. മോട്ടു വേഗം എന്റെ കയ്യിൽ പിടിക്ക്. വേഗം പിടിച്ചോ. പിടിക്ക്. മോളെ പേടിക്കണ്ട. ഡോക്ടർ ജഡ്ക. നമ്മുടെ മോട്ടു പത്ലു കുട്ടിനെ രക്ഷിച്ചു. മോട്ടു പത്ലു വിജയിച്ചു. മോട്ടു പത്ലു വിജയിച്ചു. മോട്ടു പത്ലു വിജയിച്ചു. ഹിമാരി, ഹിമാരി, ഞങ്ങൾ നിന്നെ തനിച്ചു വിട്ടു. ഇനി മുതൽ ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല. മോളെ ക്ഷമിക്കണേ. മോട്ടു പത്ലു സാർ, താങ്ക് യു വെരി മച്ച്. എന്റെ പേര് ഹരൂട്ടോ എന്നാ. ഇത് എന്റെ മോള് ഹിമാരിയാണ്. മോട്ടു പത്ലു, നിങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട്. നിങ്ങൾ ജീവൻ പണയം വെച്ചാണ് എന്റെ മോളെ രക്ഷിച്ചത്. മിസ്റ്റർ ഹരൂട്ടോ, താങ്കൾ ഇത്രയും ദൂരം ഒറ്റയ്ക്ക് എന്തിനാ ഇങ്ങോട്ട് വന്നത്? വോൾക്കാനോയുടെ അടിയിലിരിക്കുന്നത് വളരെ റിസ്ക് ഉള്ള കാര്യമാണെന്ന് അറിയില്ലേ നിങ്ങൾക്ക്? കണ്ടില്ലേ, ഒരുപാട് ദൂരത്തേക്ക് ആരും തന്നെ താമസിക്കുന്നില്ല. ശരിക്കും പറഞ്ഞ ടോക്കിയോയിൽ എനിക്കൊരു മാർഷൽ ആർട്സ് ടീച്ചിങ് അക്കാഡമി ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ കുൻഫു ബ്രദേഴ്സ് പിടിച്ചടക്കിയിരിക്കുകയാണ്. അവരാണെങ്കിൽ ജപ്പാനിലെ എല്ലാ കുൻഫു സ്കൂൾസും പിടിച്ചടക്കിയിരിക്കുകയാണ്. കാരണം അവരുടെ സ്കൂൾസ് നടക്കാവുള്ളൂ അത്രേ. പക്ഷേ അതെന്താ അങ്ങനെ? കാരണം അവർക്ക് ഏതോ അഡ്വാൻസ്ഡ് ടൈപ്പ് ഓഫ് കുൻഫു പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. അവരെല്ലാം കുങ്ഫു ടീച്ചേഴ്സിന്റെയും കുങ്ഫു ടീച്ചിങ് പവർ ഉള്ളിലേക്ക് ആവാഹിച്ചെടുക്കാറുണ്ട്. പൊളിച്ചെടുത്തല്ലോ, അത് അനുവദിക്കാൻ പാടില്ല. എന്റെ ഉള്ളിലിരിക്കുന്ന എല്ലാ ടീച്ചിങ് പവേഴ്സും ടെക്നിക്സും അവർ ഓൾറെഡി വലിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. എനിക്കറിയില്ല എന്ത് ടെക്നിക്കാണ് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെന്ന്. അവരെന്റെ 4 ചുറ്റിനും ഇങ്ങനെ വളരെ സ്പീഡിലേക്ക് ഇറങ്ങിയിട്ട് എന്റെ അകത്തിരുന്ന ടെക്നിക്സ് എല്ലാം വലിച്ചെടുത്തു. അതേന്ന്. നിങ്ങൾ വരണം. നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ സ്കൂൾ തിരിച്ചു മേടിച്ചു തരുന്നതായിരിക്കും. മേടിച്ചു തരും, ഇതെന്റെ വാക്കാണ്. ഇനി ആ സ്കൂൾ നിങ്ങളുടേതാണ്. ഓക്കേ, വരൂ. വേണ്ട, അവർ ഭയങ്കരന്മാരാണ്. അതെ, നിങ്ങൾക്ക് ഞങ്ങൾ അറിയാഞ്ഞിട്ടാണ്. ഞങ്ങളും ഭയങ്കര അപകടകാരികളാണ്. എന്താ ഇത്? ആരാ നിന്നെ തല്ലിയേ? ആരാ അവിടെ ഉള്ളത്? മിസ്റ്റർ ഹറൂട്ടോ, എന്തിനാ വന്നേ? എന്തെങ്കിലും വേണമായിരിക്കും. മിസ്റ്റർ ഹറൂട്ടേക്ക് അദ്ദേഹത്തിന്റെ സ്കൂൾ തിരിച്ചു കൊടുത്തിരിക്കണം.
ഞാൻ 3 വരെ എണ്ണും. സ്കൂൾ വിട്ട് നീ പോയിരിക്കണം. ഇല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് പോലും അറിയില്ല. ഡ്രൈ ക്ലീനറിനിടയിൽപ്പെട്ട തുണി പോലെയോ അല്ലെങ്കിൽ അലക്കുകാരന്റെ കയ്യിൽപ്പെട്ട തുണി പോലെയോ ആയിത്തീരും നീ. കേട്ടിട്ട് നല്ല സുഖമുണ്ട്. എങ്കിൽ എണ്ണാൻ തുടങ്ങിക്കോളൂ. ഒരു മിനിറ്റ് എണ്ണുന്നൊക്കെ പിന്നെ മതി. ആദ്യം ഞാനൊന്ന് ഫോട്ടോ എടുത്തോട്ടെ, അല്ലെങ്കിൽ പിന്നെ എടുക്കാൻ അവസരം കിട്ടിയില്ലല്ലോ. നിങ്ങൾ ആ സൈഡിലേക്ക് മാറി നിൽക്ക് ഫോട്ടോഗ്രാഫറെ. ഞങ്ങളിവിടെ ഫോട്ടോ എടുക്കാൻ വന്നതല്ല. മോട്ടു കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യേ. മോട്ടു എന്തിനാ? ഞാൻ എണ്ണാൻ തുടങ്ങാം. 1 2 3. Good check. പറ്റുന്നില്ല. ഇനി എനിക്കൊരു ഫോട്ടോ എടുക്കാമല്ലോ, അല്ലെങ്കിൽ പിന്നെ ഷുവറായിട്ട് പിന്നെ ചാൻസ് കിട്ടൂല. അതുകൊണ്ടാ അങ്ങോട്ട് നോക്ക്. ഈ ഫ്രെയിംസിലുള്ള എല്ലാ ഫോട്ടോയും ഞാനാ എടുത്തത്. സത്യം. അപ്പൊ ഞാനൊരു വലിയ ഫോട്ടോഗ്രാഫർ അല്ലേ? അതെ, ഇവരെ ബുദ്ധിമുട്ടിക്കല്ലേ. ഓ പത്ലു, താങ്ക് യു വെരി മച്ച്. പക്ഷേ ഈ സ്കൂൾ അധികം ദിവസം എന്റെ കയ്യിൽ ഉണ്ടാവില്ല. കൺഫു ബ്രദേഴ്സ് പിന്നെയും വരും. എന്തായാലും നിങ്ങളിപ്പോ പോ. ഇവിടെ നിൽക്കുന്ന ഇപ്പൊ ശരിയല്ല. നിങ്ങൾ വിഷമിക്കരുത് സാർ. വൈഫ് ഹിയർ വെൻ ചിങ്കം ഈസ് ഹിയർ. അവർ വീണ്ടും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പൊ ഞങ്ങൾക്കൊരു ഫോൺ ചെയ്താൽ മതി. ഞങ്ങൾ അവിടെ എത്തിക്കോളും. താങ്ക് യു മോട്ടു അങ്കിൾ, നിങ്ങൾ വളരെ നല്ലവനാ. പ്ലീസ് ഞാൻ ഒരു ഫോട്ടോ എടുത്തോട്ടെ. കച്ചാക്, നിങ്ങളുടെ വീട്ടിലെ ഞാൻ ഫ്രീ ഹോം ഡെലിവറി ചെയ്തേക്കാം. മെസ്സേജും വിട്ടേക്കാം ഫോണില്. ഓ എന്റെ ചങ്ക്, എന്റെ ബ്രോ ഫോട്ടോഗ്രാഫറെ, ഇതിലൂടെ എന്ത് മെസ്സേജ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചങ്ക്? ഈ മെസ്സേജ്, അതായത് നിങ്ങൾ കങ്ഫു ബ്രദേഴ്സിന്റെ ആൾക്കാരെ തല്ലിന്ന്, എന്നിട്ട് കങ്ഫു ബ്രദേഴ്സ് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് വരും, എന്നിട്ട് നിങ്ങളെ വെറുതെ വിടില്ല. നിങ്ങളെക്കാളും മുമ്പ് കുറെ പേര് ഇങ്ങനെ ഹറൂട്ടോനെ സഹായിക്കാൻ വന്നു. പക്ഷെ കൺഫു ബ്രദേഴ്സ് അവരെ ആരും വെറുതെ വീട്ടിൽ എല്ലാവരുടെ എല്ലും ഇടിച്ചിട്ട് ഹോസ്പിറ്റലിൽ അയച്ചു. അവിടെ ഒട്ടിച്ച എല്ലാ ഫോട്ടോയും ഇല്ലേ, അതേ ആൾക്കാരുടേതാണ്. പൊളിച്ചെടുത്തല്ലോ. ഈ കുംഫു ബ്രദേഴ്സ് ഭയങ്കര ഡേഞ്ചറസ് ആണെന്നാ തോന്നുന്നേ. അല്ല, ഇവര് ശരിക്കും ആരാണ്? അതെന്താ ചോദ്യമാ? അവര് കൊതുങ്കാറ്റ്. അവര് വരുമ്പോളെ വലിയ കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കും. വലിയ പേടി തോന്നും. കഥന്താധിക്കണ പോലെ രക്ഷിക്കണേ ഡോക്ടർ ചക്ക. എന്താ ഇവിടെ നടക്കുന്നത്? മിന്നലടിക്കുന്നു, വെളിച്ചം കുറഞ്ഞു പോകുന്നു, കൊടും കാറ്റ് വീശിക്കൊണ്ടിരിക്കാണ്. പൊളിക്കടുത്തല്ല. എന്റെ അമ്മോ, അവന്മാര് വന്നോണ്ടിരിക്കാന്നാ തോന്നുന്നത്. വരുന്നുണ്ടെന്നോ? അവര് വന്നു കഴിഞ്ഞു നമ്മുടെ കുംഫു ബ്രദേഴ്സ്. രക്ഷപ്പെട്ടു. നീ ഹറൂട്ടോടെ സ്കൂളിൽ പോയിട്ട് ഞങ്ങളുടെ ടീച്ചേഴ്സിനെ തല്ലിയോടാ? പറയ്, നീ ഹരിട്ടോടെ സ്കൂളിൽ പോയി ഞങ്ങളുടെ ടീച്ചേഴ്സിനെ തല്ലിയോടാ? ശാന്തിയാകൂ, സമാധാനം. അതെ, ഞാനാണ് തല്ലിയത്. സംശയമുണ്ടോ?
അവരൊക്കെ ടീച്ചേഴ്സ് അല്ല, ഗുണ്ടകളാണ്, ദുഷ്ടന്മാരാണ്. അവരൊക്കെ ഹാരോട്ടിന്റെ സ്കൂൾ നശിപ്പിക്കുകയായിരുന്നു, അറിയോ? യെസ്, മോട്ടോസ് റൈറ്റ് റൈറ്റ് റൈറ്റ്. അവര് ഗുണ്ടകളാണ്, ദുഷ്ടന്മാരാണ്. ഏയ് എടാ തീപ്പെട്ടിക്കോലെ, നിന്നോട് വല്ലതും ചോദിച്ചോ? അതെ, കളിക്കാൻ നോക്കല്ലേ, ഇത് ഇൻസ്പെക്ടർ ചിങ്കമാണ്. എന്റെ ചങ്ക്, എന്റെ ബ്രോ, ഇദ്ദേഹം ഒരു ഇൻസ്പെക്ടറാണ്. ഏയ് ബോണ്ടയോടും ബജിയോടും ഞങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ. മിണ്ടാതിരിക്കുന്ന നിങ്ങൾക്ക് നല്ലത്. എന്താ ഇത് ഗാസിലും ബഡ്കയൊന്നും അല്ല, ഗസീറ്റാറാമും ഡോക്ടർ ജഡ്കയുമാണ്. ഡോക്ടർ ജഡ്ക. എടാ പത്ലു, ഞാൻ മോട്ടുവിനോടാ സംസാരിച്ചു കൊണ്ടിരുന്നത്. അതെ, എന്തിനാ നീ മറ്റുള്ളവരെയൊക്കെ പേടിപ്പിക്കുന്നത്? എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ, ഞാൻ നിന്നെ സൂര്യനിൽ പറഞ്ഞു വിടും കേട്ടോ. ഞാൻ കേട്ട് നിനക്ക് 3 പേരെ എണ്ണുന്നത് വളരെ ഇഷ്ടമാണെന്ന്. എങ്കിൽ ഇപ്പൊ ഞാൻ എണ്ണാം. 3 എണ്ണുന്നതിനോടകം നീ ഫുർഫുരി നഗറിലേക്ക് മടങ്ങിപ്പോയില്ലെങ്കിൽ എങ്കിൽ നീ അറിയും ഇപ്പൊ എന്താ ഉണ്ടാവും പോണേന്ന്. എണ്ണലൊക്കെ ഞാൻ തന്നെ എണ്ണിത്തരാം. 1 2 3. സംസാരിക്കുമ്പോ തല്ലുന്നോ? സംസാരിക്കുമ്പോ വാടാ, ഇപ്പൊ തല്ലടാ, വാ. പൊളിച്ചെടുത്തല്ല മമ്മി. എന്ത് പറ്റി? എന്നെ തൊടാൻ പോലും പറ്റുന്നില്ല അല്ലേ? ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്ക്. പൊളിച്ചെടുത്തല്ലോ മോട്ടോ. ഒരു ഭാഗത്ത് നിന്ന് തനിക്ക് ഫൈറ്റ് ചെയ്താ പോരെ. ഞങ്ങളും ഇപ്പൊ തല്ല് വാങ്ങിയൊരു പരുവത്തിലായത് കണ്ടില്ലേ? സോറി, ഞാൻ പുറകിലോട്ട് നോക്കിയില്ല. സോറി. പുറകോട്ട് നോക്കിയാലും നിനക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ ഇവിടെ കാണിച്ചത് വെറും ട്രെയിലർ മാത്രമായിരുന്നു. ശരിക്കുള്ള ഫൈറ്റ് നീ കാണാൻ പോകുന്നേ ഉള്ളൂ. ഈ കുംഫു ബ്രദേഴ്സിന്റെ കോലക്കൻ ഫൈറ്റ്. പൊളിച്ചെടുത്തല്ലോ. രാമാ, ഫോട്ടോ ഇട്. ഇത് നിന്റെ ലൈഫിലെ ബെസ്റ്റ് ഫോട്ടോ ആയിരിക്കണം. ശരി, ഞാൻ ഇത് തോന്നാം. വേണ്ട, ഇതൊന്നും ചെയ്യല്ലേ. അവര് നിങ്ങളുടെ പവറിനെ പറ്റി അവർക്കൊന്നും അറിയില്ലായിരുന്നു. അവര് വെളിയിലത്തെ ആൾക്കാരാ. ഇവര് നമ്മുടെ വിരുന്നുകാരല്ലേ, ഇവരെ ഒന്നും ചെയ്യല്ലേ. വിരുന്നുകാരാണെങ്കിൽ വിരുന്നുകാരെ പോലെ പെരുമാറാൻ പഠിക്കണം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ തലയിട്ടാൽ ഇതുപോലത്തെ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതായത് മറ്റൊരാൾ ഇതുപോലെ പിന്നെ ചെയ്യാൻ തുനിയരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവർക്ക് തക്കതായ ശിക്ഷണം കൊടുത്തിട്ട് തുല്യ ശക്തിക്കാരാക്കി മാറ്റണം. അവര് ഫൈറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പോടെ അല്ല വന്നത്. അവർക്ക് ഒരുപക്ഷെ 1 മാസത്തെ ശിക്ഷണം നൽകിയാൽ ഒരുപക്ഷെ അവര് നിങ്ങളെ തീർച്ചയായിട്ടും തോൽപ്പിച്ചേക്കും. കേട്ടോ ഫു, നീ കേട്ടോ ഇതെല്ലാം? കേട്ടു. ഇവനൊരു ചാൻസും കൊടുക്കാൻ പറ്റില്ല. നീ ഇവനെ അങ്ങ് തീർത്തേക്ക്. ഇവന്റെ കഥ കഴിച്ചിട്ട് എല്ലാവരും മനസ്സിലാക്കണം, ഈ കുംഫു ബ്രദേഴ്സിനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. ഒച്ചെടുക്കല്ലേ ഫു, അഥവാ ഇവനെ ഇപ്പൊ തീർത്ത മനുഷ്യര് പറയും ഞാൻ പേടിച്ചിട്ട് ഇവന് തീർച്ചയായിട്ടും ഒരു അവസരം കൊടുത്തില്ലെന്ന്. അരുട്ടോ പോ, ഞാൻ ഇവന് 1 മാസത്തേക്കുള്ള കാലാവധി നീട്ടിക്കൊടുത്തിരിക്കുന്നു. 1 മാസത്തിന് ശേഷം നമ്മള് ഇതേ സ്ഥലത്ത് ഇതേ സമയത്ത് വീണ്ടും കണ്ടുമുട്ടും. വരൂ ഫു. ഇവൻ പറഞ്ഞത് കേട്ടല്ലോ.
ഇനി 1 മാസത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. പക്ഷേ അതായിരിക്കും നിന്റെ ജീവിതത്തിലെ അവസാന ദിവസം. ഓർത്തു വെച്ചോ. Get well soon, uncle. ഹരൂട്ട സാറ്, നിങ്ങൾ ഈ 1 മാസത്തെ അവധി ചോദിച്ചത് നല്ല കാര്യമല്ല കേട്ടോ. ആ കച്ചാക്ക് 1 മാസം പോയിട്ട് 1 വർഷം പ്രാക്ടീസ് ചെയ്താലും ഈ മോട്ടൂന് അവരെ തോൽപ്പിക്കാൻ പറ്റൂല. അക്കാച്ചാക്ക്, ഞാൻ ഈ ടൈം മോട്ടുവിന്റെ പ്രാക്ടീസിനല്ല എടുത്തേ, ഇയാളെ രക്ഷപ്പെടുത്താനാ എടുത്തേ. മോട്ടു പത്ലു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഫുർഫുറിന്റെ കറിലേക്ക് തിരിച്ചു പൊക്കോ, അല്ലെങ്കിൽ അവര് നിങ്ങളെ വെറുതെ വിടില്ല. ഇല്ല, ഞങ്ങള് പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ അവര് നിങ്ങളുടെ സ്കൂൾ അടയ്ക്കും. മോട്ടു, നിനക്ക് അവരുടെ ശക്തിയെ പറ്റി അറിയാൻ മേലാത്തോണ്ടാ ഞാൻ പറഞ്ഞു തരാം ഞാൻ എന്താ കണ്ടേന്ന്. ഓ സെൻസായി ഹറൂട്ടോ, താങ്കൾ താങ്കളുടെ സ്കൂൾ ഞങ്ങളുടെ കയ്യിലേൽപ്പിക്കും. ആരാണ് അങ്ങനെ ചെയ്യാത്തതെന്ന് വെച്ചാൽ അവരുടെ അവസ്ഥ ഇതുപോലെയായിരിക്കും. കണ്ടോളൂ, ഇവരെല്ലാം വലിയ വലിയ കങ്ഫു ഗുരുക്കളാണ്. എന്നിട്ട് ഞങ്ങൾ ഇവരുടെ ശക്തികൾ ഇതുപോലെ ചോർത്തിയെടുക്കാൻ പോവുകയാണ്. ഇത്രയും പവർഫുൾ ആണ് അവര്. ഇത്രയും കഴിവുള്ള ഫൈറ്റർ ടീച്ചേഴ്സ് അവരുടെ കൂടെ പിടിച്ചിരിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? എനിക്ക് അറിയില്ല ഇവർ എന്ത് ആർട്ടാണ് പഠിച്ചു വെച്ചിരിക്കുന്നതെന്ന്. എന്നിട്ട് ഈ ആർട്ട് അവർ എല്ലാ സ്കൂളിലും പഠിപ്പിച്ചിട്ട് സ്വന്തം സ്റ്റുഡൻസിനെ കൊണ്ട് ഒരു പട്ടാളം തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഈ മുഴുവൻ ലോകം വെട്ടിപ്പിടിക്കാനായിട്ട്. പൊളിച്ചെടുത്തല്ലോ. അതേ മോട്ടുപത്ലു, നിങ്ങളെന്താ മുകളിലേക്ക് പോവാൻ തീരുമാനിച്ചിരിക്കുകയാണോ? നമുക്ക് സ്പീഡിൽ ഓടി രക്ഷപ്പെടാൻ പറ്റില്ലെങ്കിലും പതുക്കെ ഓടി രക്ഷപ്പെടാൻ നോക്കാം. ഇങ്ങനെ ഓടിക്കാം. മോട്ടു ഒന്ന് ആലോചിച്ച് നോക്ക്. ഗസിഡാറാൻ പറഞ്ഞത് വളരെ ശരിയാണ്. അവര് ഭയങ്കരന്മാരാണ്. അവരെ ഒറ്റയ്ക്ക് വെല്ലാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ മോട്ടു, എന്റെ സയൻസ് ആണെങ്കിൽ സത്യം. ഈ യുദ്ധത്തിൽ ഞങ്ങൾക്ക് നിന്റെ കൂടെ ചേരാൻ കഴിയില്ല. അറിഞ്ഞോണ്ട് ആരെങ്കിലും തീവണ്ടിക്ക് തല വെക്കുവോ? മുതലയുടെ വായിൽ തലവെച്ചിട്ട് പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നേ? ധൈര്യമായിരിക്കണം, മനസ്സിലായില്ലേ? മുതലയോ? അപ്പോഴത്തേക്കും ഈ മുതല എവിടുന്നാണ് വന്നത്? എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ. എന്റെ മോട്ടു, അതൊരു പഴഞ്ചൊല്ലാണ്. ഞങ്ങൾ എല്ലാവരും പോവാൻ തുടങ്ങുവാണ്. ഞങ്ങളുടെ കൂടെ നിങ്ങൾ വരുന്നുണ്ടോ അതോ ഇല്ലയോ? പറയൂ. ഇല്ല ഇല്ല ഇല്ല. കാരണം ഇതൊരു സ്കൂളിന്റെ പ്രശ്നം മാത്രമല്ല, ഇതൊരു ദേശത്തിന്റെ പ്രശ്നമാണ്. മുഴുവൻ ലോകത്തിന്റെയും പ്രശ്നമാണ്. അവർ അഡ്വാൻസ് ആയിട്ട് ഒരു പവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ പവർ മോഷ്ടിക്കുകയാണ്. ഇത് നമ്മൾ ഒരിക്കലും അനുവദിച്ചുകൂടാ. അങ്ങനെ അനുവദിച്ചാൽ നമ്മൾക്ക് അവരെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ല. എന്റെ അമ്മോ, എന്നാ മോട്ടു നമുക്ക് പിന്നെ കാണാം. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് ലക്ക്, പോട്ടെ. പൊളിച്ചെടുത്തല്ലോ. ചിങ്കം സാറേ, നിങ്ങൾ തന്നെ എല്ലാം പറഞ്ഞു തീർത്താ പിന്നെ എനിക്കെന്തെങ്കിലും പറയണ്ടേ? ഗെറ്റ് വെൽ സൂണ് മോട്ടോ. എന്റെ അമ്മോ മോട്ടുപത്ലു, ഒറ്റ തവണ ഞങ്ങളോടൊന്ന് നിൽക്കാൻ പറഞ്ഞോടെ. ഒറ്റ തവണ. ചിങ്കം സാറേ, ഒന്ന് നിൽക്ക്. മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഞങ്ങൾക്ക് നിന്നെ വിട്ടുപോകാൻ കഴിയില്ല. എന്ത് സംഭവിച്ചാലും നമുക്ക് ഒരുമിച്ച് നേരിടാം. വരുന്നത് വരട്ടെ. അതെ, എന്റെ മമ്മി എന്നെ രക്ഷിക്കുന്നേ. 100% രക്ഷിക്കും. ഇനിയിപ്പൊ അടിക്കാൻ തീരുമാനിച്ചെങ്കിൽ നിങ്ങൾക്ക് ക്രൈം മാസ്റ്ററിന്റെ കയ്യിൽ നിന്ന് ട്രെയിനിങ് എടുക്കേണ്ടതായിട്ട് വരും.
ബ്യൂട്ടിഫുൾ, മനോഹരം. Yeah. ഇതിലാണ് ക്രൈം മാസ്റ്റർ ഉള്ളത്. പുള്ളിക്കാരനെ 150ാമത്തെ ഫ്ലോറിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ബൈ. അല്ല, ഇവിടുത്തെ ലിഫ്റ്റ് എവിടെയാ? നമുക്ക് 150 നിലയുടെ മുകളിലേക്ക് പോകണം. ചേട്ടാ, ഈ ബിൽഡിങ്ങില് ലിഫ്റ്റും കുന്തമൊന്നും ഇല്ല. നടന്നു പോയേ പറ്റൂ. 150ാമത്തെ ഫ്ലോറോ? പൊളിച്ചെടുത്തല്ലോ. അതെ, എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇത്രയും ഫ്ലോർ നടന്ന് കേറിയിട്ടേ എനിക്ക് വയ്യ. വിഷമിക്കണ്ട, നമുക്ക് ഒരുപാട് സമയമുണ്ട്. പതുക്കെ കേറാം. എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ, 150ാമത്തെ നിലയോ? എങ്ങനെ മുകളിലോട്ട് കയറും? സിംഹത്തിന്റെ ഗുഹയിൽ വന്നാൽ പിന്നെ മറ്റൊന്നിനെയും തന്നെ പേടിക്കരുത്. ചിന്തിക്കൂ, ചിന്തിക്കൂ. ഹിം നരേഷിന്റെ ശിഷ്യനാകുവാൻ ഇതല്ല, ഇതിനപ്പുറവും നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. ചിന്തിക്കൂ. പോയി. ഇനി എനിക്ക് നടക്കാൻ കഴിയില്ല. എന്ത് പറ്റി പത്തലു? എന്തിനാ ഇപ്പൊ ദുഃഖിക്കുന്നത്? നേരെ വായിക്ക്. അവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നെന്ന് വായിക്ക്. 150ാമത്തെ ഫ്ലോർ ഇനിയും 100 ഫ്ലോർ കഴിഞ്ഞാണ് ഉള്ളത്. നിങ്ങളിപ്പോൾ 50 ഫ്ലോർ വരെ എത്തിയിട്ടുള്ളൂ. എന്റെ അമ്മോ, നമ്മൾ ഇതുവരെ 50ാമത്തെ ഫ്ലോറിൽ എത്തിയിട്ടുള്ളൂ. ഇനി 100 ഫ്ലോർ കേറാൻ ബാക്കിയുണ്ട്. വിഷമിക്കരുത്, വിഷമിക്കരുത്. നമുക്ക് മുന്നോട്ട് പോവാം. ഹിം നരേഷിന്റെ ശിഷ്യനാകുവാൻ ഇതല്ല, ഇതിനപ്പുറവും നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. അല്ല, നമ്മുടെ വലിയേട്ടനെ കാണുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നത് താഴെ തന്നെ ഉണ്ടെന്നാ മോട്ടു. ഞാൻ ഈ ലഗേജ് ഒക്കെ ഇവിടെ വെക്കാൻ പോവാ. ഇനിയുള്ള കയറ്റം എളുപ്പമായിരിക്കും എന്നാ തോന്നുന്നത്. വരൂ. നിങ്ങൾ എന്താ ഇവിടെ വന്ന? എന്താ ഇവിടെ കാര്യം? മാസ്റ്ററിനെ കാണാനാണ് ഫോൺ വിളിച്ചു വിടായിരുന്നോ നേരത്തെ? അതും താഴെ താഴെ ഉള്ളതെന്നോ? ഓ, ഇനി ഞങ്ങൾ വീണ്ടും താഴോട്ട് ഇറങ്ങണമെന്നാണ് പറയുന്നത്. ഡോക്ടർ ജഡ്ക, നിങ്ങളെപ്പോഴാ ഇങ്ങോട്ട് വന്നത്? കാണാൻ നല്ല ഫ്രഷ് ആണല്ലോ. പത്തിലു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നമ്മുടെ എല്ലാവരുടെയും ബാഗില് ഒരു ഫ്ലൈയിങ് ഹെൽമെറ്റ് ഉണ്ട്. ഞാൻ അതും വെച്ച് പറന്നാ ഇങ്ങോട്ട് വന്നത് ചങ്കേ. എന്തുകൊണ്ടാ ഞങ്ങളോട് ആദ്യം പറയാതിരുന്നത് ഈ ഹെൽമെറ്റിന്റെ കാര്യം? ഞങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടു, എന്ത് വിഷമിച്ചാ കയറി വന്നെന്നറിയോ? ഓ മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഞാനത് ഓർത്തില്ല, അതുകൊണ്ടാ. വരൂ, ഇനി താഴോട്ട് പോവാം. വരൂ. നിങ്ങൾ രണ്ടാളും പോയാ മതി. ഇനി എന്നെ കൊണ്ട് താഴെ ഇറങ്ങി വരാൻ കഴിയില്ല. നിങ്ങളിപ്പോ എന്താ താഴോട്ട് പോകുന്നത്? മോളിൽ പോയിരുന്നെങ്കിൽ അവിടെ നിന്ന് ഇൻഫോം ചെയ്താൽ മതിയായിരുന്നല്ലോ. മാസ്റ്ററിനെ കാണണമെങ്കിൽ നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുക്കണം താഴെ നിന്ന്.
അല്ല ചേട്ടാ, മാസ്റ്റർ മേളിലാ ഉള്ളതെങ്കിൽ ഞങ്ങൾ എന്തിനാ താഴോട്ട് വരാൻ പറഞ്ഞത്? ഇയാളുടെ പേര് സമറായി എന്നാണ്. എന്നിട്ട് ഇയാള് പറയണത് എന്നാന്ന് വെച്ചാ നിങ്ങൾക്ക് മാസ്റ്ററിനെ കാണണമെന്നെങ്കിൽ ഇവിടെ താഴെ നിന്ന് ഇൻഫോം ചെയ്യണമായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായത് നേരെ തിരിച്ചാ, മാസ്റ്റർ താഴെയാണെന്നാ. എന്റെ പൊന്നു ചേട്ടാ, പറയുമ്പോ ഒന്ന് പതുക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവുമായിരുന്നോ? പത്തലു, വീണ്ടും മുകളിലേക്ക് തന്നെ പോവാം. ഞാൻ മെല്ലെ കേറാൻ പോവാ, നീയും പതുക്കെ കേറാൻ തുടങ്ങ്. ഞാനൊരു 4-5 ദിവസത്തിൽ അവിടെ എത്തുമെന്നാ തോന്നുന്നേ. സാമുറായി ചേട്ടാ, ഇനി ഒന്നും പറയണ്ട. മാസ്റ്ററിനെ ഒന്ന് വിളിക്കൂ പ്ലീസ്. ക്രൈം മാസ്റ്റർ, എനിക്കറിയാം നിങ്ങൾ ഇവിടെ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന്. നിങ്ങളുടെ ലക്ഷ്യം വളരെ നല്ലതാണ്. നിങ്ങളെ ഞാൻ കുങ്ഫു പഠിപ്പിക്കാം. ഇതുവരെ ആരെയും പഠിപ്പിച്ചിട്ടില്ലാത്ത എല്ലാ ടെക്നിക്സും പറഞ്ഞു തരാം. ആദ്യമായിട്ട് നിങ്ങളിൽ 2 പേർക്ക് ഞാൻ ട്രെയിനിങ് തരുന്നതാണ്. കുങ്ഫു ബ്രദേഴ്സ്, ഒരാൾ മുന്നിൽ നിന്നും ഒരാൾ പുറകിൽ നിന്നും. അതുകൊണ്ട് ബാക്ക് കവർ ഉണ്ടായിരിക്കേണ്ടത് എത്രയും ആവശ്യമാണ്. എന്റെ അമ്മോ, എന്നാ പിന്നെ മോട്ടു പത്ലൂനെ പഠിപ്പിച്ചു കൊടുത്താ മതി. കാരണം ഈ മോട്ടു പത്ലു ജോഡി ഇതുവരെ ഒരു മത്സരത്തിലും പരാജയപ്പെട്ടിട്ടില്ല. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇവിടെ ഒന്നും ഫ്രീ ആയിട്ട് കിട്ടില്ല എന്ന് അത് മനസ്സിലാക്കണം. എന്റെ ഫീസ് 5000 yen, approximately 3000 rupees. 140 ഫ്ലോർ കയറിയപ്പോ പോലും തല കറങ്ങിയില്ല. ഇത് കേട്ടപ്പോ എനിക്ക് വല്ലാണ്ട് തല കറങ്ങുന്നല്ലോ. 140 അല്ല, 150. അപ്പൊ കേട്ടോ? എന്താ ഇതൊക്കെ? നമ്മൾ ദിവസവും ഇത്രയും കാശ് എവിടുന്ന് ഒപ്പിച്ചോണ്ട് വരാനാ ചങ്ക്? ജോലി ചെയ്യണം. ജോലി ചെയ്യാൻ തയ്യാറുള്ളവർക്ക് ജോലി എങ്ങനെയും കിട്ടും. എന്നാ ഞങ്ങള് പണിയെടുത്തോളാം. മോട്ടു പത്ലു ട്രെയിനിങ് എടുക്കട്ടെ, അതാ നല്ലത്. അതെ, ഞങ്ങള് മോട്ടു പത്ലൂന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. പെട്ടെന്ന് റൂം കാണിച്ചു തരാം. പെട്ടെന്ന് കുളിച്ചൊരുങ്ങിയിട്ട് ഭക്ഷണം കഴിച്ച് നമുക്ക് ജോലി തരാൻ പോകാനുള്ളത് 5000 രൂപ ഉണ്ടാക്കണതാ ഇന്ന്. മനസ്സിലായോ? റൂം കാണാൻ വിളിക്കുകയാണ്. ചെല്ലു. ഇതാണ് നിങ്ങളുടെ മുറി. ഓ, എന്നെ കൊണ്ട് ഒട്ടും വയ്യ. കുറഞ്ഞതൊരു 3-4 ദിവസമെങ്കിലും ഉറങ്ങിയേ പറ്റൂ. നാളെ കാലത്ത് 4 മണി തൊട്ട് ബാച്ച് ഉറങ്ങുകയാണ്. ഇപ്പൊ വേഗം ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ജോലി ഇടാനുള്ളതാ. നാളെ രാവിലെ 4 മണിക്ക്. ഓക്കെ മനസ്സിലായി. രാവിലെ 4 മണിക്കല്ലേ? അതെ എന്റെ സാമുറായി ചേട്ടാ, നിങ്ങൾക്ക് പതുക്കെ പറയാനേ അറിയൂലേ? അവൻ വളരെ പതുക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. ഇതിലും പതുക്കെ സംസാരിക്കാൻ അവനെ കൊണ്ട് കഴിയില്ല. ചെറുപ്പം മുതലേ അങ്ങനെ തന്നെ. പൊളിച്ചടുത്തല്ലോ. ഇത് നോക്കിയേ, ബാത്റൂമിന്റെ കഥകൾ എന്താ എതിരിക്കുന്നെന്ന്. 10 yen കൊടുത്താലേ ഈ ബാത്റൂമിന്റെ കഥക് തുറക്കല്ലോന്ന്. എന്റെ അമ്മോ, ടോയ്ലറ്റ് പോകാൻ കാശ് കൊടുക്കണമെന്നോ? മാസ്റ്റർ ഭയങ്കര കഞ്ചൂസ് ആണല്ലോ. മൂത്രമൊഴിക്കാൻ കാശോ? ഭയങ്കര അത്യാഗ്രഹമാണല്ലോ. അത്യാഗ്രഹമല്ല, ബിസിനസ് മൈൻഡ് ആണ്. ദിസ് ഈസ് പ്യുവർ ബിസിനസ് മൈൻഡ്. അപ്പൊ കേട്ടു അല്ലേ? Next. ഇതാണോ ഭക്ഷണം?
ഇത് ടേസ്റ്റ് ചെയ്യാനുള്ളത് മാത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൂടുതൽ വാങ്ങി കഴിക്കാം. ഇവിടെ ഭക്ഷണം കഴിക്കുന്നതിന് യാതൊരു കുറവുമില്ല. പൊളിച്ചെടുത്തല്ലോ. ആഹാരം കഴിക്കാൻ ഇത്രയും നമുക്ക് കിട്ടുള്ളൂ. പട്ടിണി കിടന്ന് നമ്മളൊരു പരുവത്തിലാവുന്ന തോന്നണേ. ഒരു ദിവസം 5000 ഞാൻ വാങ്ങിക്കുന്നുണ്ടല്ലോ, പക്ഷേ ഭക്ഷണം മാത്രം ഇത്രേ ഉള്ളൂ. നിങ്ങൾ എനിക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊണ്ടുവരൂ. ഇപ്പൊ തന്നെ കൊണ്ടുവരാം മാസ്റ്റർ. പിന്നെ ഒരു കാര്യം, വെള്ളം താഴത്തെ നിലയിൽ നിന്ന് വേണം കൊണ്ടുവരാൻ. മാസ്റ്റർ, ഡൈനിങ് റൂമിൽ വെള്ളമുണ്ട്, അവിടെ പോയി കൊണ്ടുവന്നേക്കാം. പറ്റില്ല, വെള്ളം താഴെ നിന്ന് തന്നെ കൊണ്ടുവരണം. ഇത് ട്രെയിനിങ്ങിന്റെ ഒരു ഭാഗമാണ്. ഒരു ഗ്ലാസ് അല്ലേ, അത് ഒരു ട്രിപ്പിൽ വരുമ്പോ നിസ്സാരമായിട്ട് കൊണ്ടുവരാലോ. കുഴപ്പമില്ല, എടുത്തോണ്ട് വരാം. അത്ര എളുപ്പമുള്ള കാര്യമല്ല. വീണ്ടും കേട്ടോ, ഒരു പ്രാവശ്യം കൊണ്ട് നിറയില്ല. ദാ ഇത് കണ്ടോ, ഈ സ്പൂണ് കൊണ്ട് വേണം കോരി ഒഴിക്കാൻ. മനസ്സിലായോ? വേഗം. എന്റെ പത്തലു, എന്തിനാ വെറുതെ ഇങ്ങനെ കരയുന്നത്? താഴെ നമ്മൾ വേഗത്തിൽ എത്തുമല്ലോ. ഞാൻ എന്താ ആലോചിക്കുന്നെന്ന് വെച്ചാ മോട്ടു, ഈ സ്പൂണ് വായിൽ വെച്ച് എങ്ങനെ കേറാന്നാ? എങ്ങനെ വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരും? അതേ പത്തലു, പരിശ്രമിക്കുന്നവർക്ക് ഒരിക്കലും പരാജയം ഉണ്ടാവില്ല. കമോൺ, മോട്ടു പത്തലുവിന്റെ ജോഡി എവിടെയും തോൽക്കാൻ പാടില്ല. വരൂ, നമുക്ക് തുടങ്ങാം. പത്തലു, പതുക്കെ 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 പോ. പതുക്കെ. താഴെ പോയാൽ നമ്മൾ വീണ്ടും വരണം. ഞാനൊരു ഇളനീർക്കട തുടങ്ങാൻ പോവാണ്. നിങ്ങൾ രണ്ടാളും എന്താ തുടങ്ങാൻ പോണെന്ന് നല്ലപോലെ ഒന്ന് ആലോചിക്കൂ. ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇവിടെ റിക്ഷ വല്ലതും കിട്ടാൻ സാധ്യതയുണ്ടോ? ഞങ്ങൾക്ക് ഇവിടുന്ന് ഒന്ന് പോകാനായിരുന്നു ചങ്കേ. ആ കാണുന്ന രക്ഷകളില്ലേ, അതിനൊക്കെ ഒരെണ്ണാണ് വാടക ഒരു ദിവസം. കേട്ടോ, ദിവസം നന്നായിട്ട് സമ്പാദിക്കാം. പൊളിച്ചെടുത്തല്ല. ഒരു ദിവസത്തേക്ക് 1 എണ്ണാണ് വാടകയെന്നോ? ഡോക്ടർ ചട്ക, ചിങ്കം സാർ ഇളനീർക്കട തുടങ്ങട്ടെ. നമുക്ക് അതിനു മുമ്പ് 1-2 റിക്ഷാ സവാരി ചെയ്തിട്ട് വന്നേക്കാം. വന്നേ. എന്റെ അമ്മോ, ഞാനൊരു ഇളനീർക്കട തുടങ്ങാൻ പോകുന്നു. ഞാനൊരു കടയുടെ മുതലാളിയാവാൻ പോവാണ്. വരൂ 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 വരൂ, എല്ലാവർക്കും നല്ല ഇളനീര് വെള്ളം കുടിക്കാൻ വരൂ. ഡോക്ടർ ചട്ക, നമുക്ക് പിന്നെ കാണാം. ഓൾ ദ ബെസ്റ്റ്. പോയിട്ട് വരൂ. പൊളിച്ചെടുത്തല്ല. ഞാൻ പറഞ്ഞു തരുത് എങ്ങനെ ഓടിക്കേണ്ടത്. ഒരു തുള്ളി വെള്ളം കൊണ്ട് ദാഹം ശമിക്കില്ല. ഇനിയും സ്പീഡ് കൂട്ടേണ്ടി വരും. ഇങ്ങനെ സാവധാനത്തിൽ ചെയ്താൽ കാര്യം നടക്കില്ല. എനിക്ക് വരുന്ന ദേഷ്യത്തിന് ഈ മാസ്റ്റർ മേലിൽ നിന്നെടുത്ത് താഴെയിടാൻ തോന്നുന്നു. എറിയാൻ പറ്റിയില്ല. കേട്ടോ പോ. മാസ്റ്റർ ചോദിച്ച ഒരു കാര്യം പറയോ? നിങ്ങളുടെ പേര് ക്രൈയിങ് മാസ്റ്റർ എന്നല്ലേ? ക്രൈയിങ് മാസ്റ്റർന്ന്. എന്നിട്ട് ഞാൻ ഇതുവരെ നിങ്ങൾ കരയുന്നത് കണ്ടിട്ടില്ലല്ലോ. ഉടനെ അറിയുന്നതായിരിക്കും.
ഐ ആം ചിങ്കം, ഇളനീർ കച്ചവടക്കാരൻ. പിടിച്ചോ, ഇളനീര് കുടിക്കൂ, ആരോഗ്യം വളർത്തൂ. പകുതിയോളം നിറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ദിവസമല്ലേ, ഇത്രയൊക്കെ മതി. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. നാളെ വീണ്ടും കാണാം. മോട്ടു പത്ലു, എന്റെ ചങ്കുകളെ, എന്റെ ബ്രോകളെ, ഇന്നൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഞാൻ ഇന്ന് 5000 എന്നാ സമ്പാദിച്ചിരിക്കുന്നത്. നോക്ക്, ഇതെങ്ങനെയുണ്ട്? ഇപ്പൊ നിങ്ങൾക്ക് കാശാണോ പ്രധാനം? ഞങ്ങളുടെ പണി തീർന്നിരിക്കുക ജഡ്കാ സാറേ. ഇപ്പഴാ മനസ്സിലായത് മാസ്റ്ററുടെ പേര് എന്തിനാ ക്രൈ മാസ്റ്റർ എന്ന് വെച്ചതെന്ന്. എനിക്ക് കഴിയില്ല, ഈ ട്രെയിനിങ് ചെയ്യാൻ എനിക്ക് കഴിയില്ല. പത്ലു, ആത്മവിശ്വാസം കൈവിടരുത്, കൈവിടരുത്. ആത്മവിശ്വാസം കൈവിട്ട പിന്നെ നമ്മൾ എങ്ങനെയാ കുംഫു ബ്രദേഴ്സിന് ജയിക്കും? പറ. ആത്മവിശ്വാസം ഉണ്ടായിട്ട് എന്താ കാര്യം? ശരീരത്തിൽ ജീവനുണ്ടെങ്കിലല്ലേ അതിനൊക്കെ കഴിയൂ. ആ മാസ്റ്റർ കാരണം എനിക്ക് എന്റെ മുട്ടുവേദന സഹിക്കാൻ പറ്റത്തില്ലേ? എന്റെ അമ്മോ മോട്ടു, നീ ഇത്രയും നേരം പത്ലൂണ് ധൈര്യം കൊടുത്തോണ്ടിരിക്കായിരുന്നല്ലോ. ഇപ്പൊ നിനക്കത് എന്താ പറ്റിയത്? എനിക്കും മേലാസകലം വേദനിക്കുന്നുണ്ട്. എനിക്കും പൊട്ടി പൊട്ടി കരയണമെന്നുണ്ട്. പക്ഷെ പത്ലുവിന്റെ മുമ്പിൽ വെച്ച് കരഞ്ഞ അവന്റെ ആത്മവിശ്വാസം പോകുന്നു കരുതിയിട്ടാ ഞാൻ കരയാത്തത്. കാരണം അവൻ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇന്ന് മുതൽ ഞാൻ മോട്ടുവിന്റെ മുമ്പിൽ വെച്ച് കരയില്ല. ശരീരമാസകലം നല്ല വേദനയുണ്ട്. നാളെ രാവിലെ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയില്ല എന്നാ തോന്നുന്നേ. യോ, എനിക്ക് വയ്യേ. ആ മാസ്റ്റർ ഇട്ടിങ്ങനെ കൊല്ലുന്നല്ലോ. മോട്ടു, ഒറ്റയ്ക്ക് കിടന്ന് കരഞ്ഞിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. വാ, നമുക്ക് ഒന്നിച്ച് കരയാം, സമാധാനത്തിൽ കരയാം. ശരിയാ പറഞ്ഞത് പത്ലു. എന്റെ പത്ലു. ഒരു yen ഇളനീര് കുടിക്കാൻ വെറും 1 yen. അതെ, കുടിക്കൂ, എല്ലാരും നല്ല ഇളനീര് കുടിക്കൂ. കുടിക്കൂ, ഇളനീര് കുടിക്കൂ, സന്തോഷിക്കൂ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. Yeah. Oh. Yeah. വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഗ്ലാസ് നിറയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞു. ഇനിയും ഗ്ലാസ് നിറയ്ക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ താഴെ നിന്നും കൊണ്ടുവരാൻ ഇനിയും കാലുകൾ ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെങ്ങനെ പോവാനോ?
തലകുത്തനെയോ? ഫോക്കസ് ആൻഡ് മെഡിറ്റേറ്റ്. കാൻഡിലിന്റെ ഫ്ലെയിമിലേക്ക് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അത് മാത്രമേ കാണാൻ പാടുകയുള്ളൂ. ഫ്ലെയിം ഫ്ലെയിം ഫ്ലെയിം, അത് മാത്രമേ നിങ്ങൾ കാണാൻ പാടുകയുള്ളൂ. എന്താണ് കാണുന്നത്? ഇങ്ങനെ കാൻഡിൽ മാത്രം നോക്കിക്കൊണ്ടിരുന്ന പിന്നെ ഞങ്ങൾ എപ്പോഴാ ഫൈറ്റ് ചെയ്യാ സാറേ? ഞാൻ കാൻഡിൽ തന്നെയാ നോക്കുന്നത് സാറേ. വെറും കാൻഡിലിന്റെ ഫ്ലെയിം. അത് നോക്കൂ. ആ പ്ലെയിനിന്റെ കളർ എന്താണ്? വൈറ്റ് കളറ്, അതായത് വെള്ള. കാൻഡിൽ ഫ്ലെയിം നോക്കാൻ പറഞ്ഞാൽ പ്ലെയിൻ എങ്ങനെ കണ്ടു? സോറി. സാരമില്ല, ഇപ്പോഴത്തേക്ക് മാപ്പാക്കിയിരിക്കുന്നു. പക്ഷേ ഒരിക്കലും നുണ പറയാൻ പാടില്ല. രണ്ടുപേരും കോണി വഴി താഴെ പോകൂ, പക്ഷെ കാലുകൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം രണ്ടുപേരും ഒരുപോലെ തന്നെയാണ്. ഒരാളുടെ തെറ്റ് മറ്റൊരാളുടെ ജീവൻ അപകടത്തിലാക്കും. അത് രണ്ടുപേരും മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. വേഗം ചെല്ല്, വേഗം ചെല്ല്. പത്ലു, എനിക്ക് മനസ്സിലാവുന്നില്ല മാസ്റ്റർ എങ്ങനെ എന്റെ മനസ്സിലുള്ള കാര്യം വായിച്ചെടുക്കുന്നതെന്ന്. അതുകൊണ്ട് ഞാനൊന്ന് തീരുമാനിച്ചു, അയാളെ കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുമ്പോ അയാൾക്ക് എന്നോട് നല്ലൊരു അഭിപ്രായം ഉണ്ടാകാനാണ് സാധ്യത. എനിക്ക് സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാം വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കുന്നതിൽ. ഗുഡ്, വെരി ഗുഡ്. എന്റെ മാസ്റ്റർ മഹാനാണ്, ശക്തിമാനാണ്, ജ്ഞാനിയാണ്, സർവജ്ഞാനിയാണ്. അനാവശ്യമായി എന്നെ പുകഴ്ത്തുന്നത് എനിക്കിഷ്ടമല്ല. വീണ്ടും കേട്ടു അല്ലേ? സോറി. ഇത് ടേസ്റ്റ് ചെയ്യാനുള്ളത് മാത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൂടുതൽ വാങ്ങി കഴിക്കാം. ഇവിടെ ഭക്ഷണം കഴിക്കുന്നതിന് യാതൊരു കുറവുമില്ല. ഇവൻ മനസ്സിൽ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നെന്ന് അറിയില്ല. പക്ഷികളെ പോലെ കഴിക്കാൻ പാടുള്ളൂ, പക്ഷെ ആനയെ പോലെ ജോലി ചെയ്യണം. വരൂ, നമുക്കിന്ന് എല്ലാവർക്കും ഹോട്ടലിൽ പോയി വയറ് നിറച്ച് ആഹാരം കഴിക്കണം. എന്തായാലും ഇന്ന് ലീവാണല്ലോ. ലീഡറോട് പോയി. എന്റെ അമ്മോ, ഇത് ഒരുപാട് കൂടിപ്പോയി. ഞങ്ങളൊക്കെ ഇവിടെ പട്ടിണിയായിട്ട് നിൽക്കുമ്പോ തനിക്ക് ഇത്രയും ആഹാരം കഴിക്കണമല്ലേ? ശരിയാ, ചിങ്കം സാറ് പറഞ്ഞത് വളരെ ശരിയാ. ഇത് ശരിക്കും കൂടിപ്പോയി. എന്റെ പൊന്നു ചങ്കുകളെ, അവരതിന് നമ്മളോട് പട്ടിണി എടുക്കാൻ പറഞ്ഞില്ലല്ലോ. ആദ്യം രുചി നോക്കണം, എന്നിട്ട് ഏത് ഭക്ഷണമാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ വയറ് നിറച്ച് കഴിച്ചോളാനാണ് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു, ആരും നമ്മളെ തടയാൻ വരില്ലെന്നും. സാമുറായോ, അവരങ്ങനെ പറഞ്ഞെന്നോ? പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും അല്ലല്ലോ അവര് പറഞ്ഞത് മനസ്സിലായത്. കുറച്ച് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നത്. അല്ല ജഡ്ക സാറേ, നിങ്ങൾക്ക് മാത്രം എങ്ങനെ വേറെ വിധത്തിൽ മനസ്സിലായത്? നോക്കൂ പത്ലു, ഇതെന്റെ ഗാഡ്ജറ്റ് ആണ്. ആരെങ്കിലും സ്പീഡിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഇത് മുഖേന കേൾക്കുമ്പോൾ വളരെ സ്ലോ ആയിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഞാൻ ഇത് മുഖേന കേട്ട ദിവസവും നന്നായി ഭക്ഷണം കഴിക്കുന്നത്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കഴിക്കാണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചങ്കുകളെ. എന്റെ ചങ്കുകളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇപ്പൊ എനിക്ക് എന്താ തോന്നുന്നറിയാമോ? ഞാനിപ്പോ ഭക്ഷണം കഴിക്കാതെ അടി മേടിക്കാൻ പോവുകയാണെന്നാ. ഇതും പിടിച്ചോ. വേഗം
വേഗം, വീണ്ടും വേഗം. സ്പീഡ്, സ്പീഡ്, സ്പീഡാണ് കാര്യം. ഇത്രയും പതുക്കെ ഓടാതെ വേഗമോട്. ഇനിയും വേഗത്തിൽ, വേഗം, വേഗമോട്. അതിന്റെ പവേഴ്സ് കിട്ടണമെങ്കിൽ ഇനിയും വേഗത്തിൽ നീ ഓടിയേ മതിയാകൂ. നീ ഇത്ര ഒച്ചയെടുക്കണ്ട, അവർക്ക് കേക്കാം. ടൗമ എവിടെ പോയിരിക്കുകയായിരുന്നു? മോട്ടുപത്തിലും എവിടെയാണ്? എന്നിട്ട് എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? ഹറൂട്ടോ ആണെങ്കിൽ ഒന്നും വാ തുറക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അയാളെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ട് അയാളുടെ സ്റ്റുഡൻസിന് ട്രെയിനിങ് കൊടുക്കുകയാണ്. നീ പറ, അല്ലെങ്കിൽ നിന്റെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും. മനസ്സിലായ? തനിക്കെന്താ കാര്യം? അവരെവിടെ ട്രെയിനിങ് എടുക്കാനുള്ളത്? തനിക്കെന്താ കാര്യം? നിങ്ങളോട് 1 മാസം കഴിഞ്ഞ് ഏറ്റുമുട്ടും. ടോമ, ഒരു കാര്യം ഇവർക്ക് പറഞ്ഞു കൊടുക്കരുത്. കൊണ്ടുപോയവനെ. കാണൂ, വന്നിട്ട് പഠിക്കൂ. എങ്ങനെയാണ് ഞങ്ങൾ ഈ കങ്ഫു മാസ്റ്റേഴ്സിന്റെ എല്ലാ ശക്തിയും ഞങ്ങളുടെ ഉള്ളിലേക്ക് ആവാഹിച്ചെടുക്കുന്നതെന്ന്. നിങ്ങൾ എല്ലാവരും ഈ കല പഠിച്ചേ പറ്റൂ. അതുകൊണ്ട് നമുക്കൊരു വലിയ പട്ടാളം ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ജപ്പാനെ, അത് കഴിഞ്ഞ് ഈ മുഴുവൻ ഉലകത്തിന്, അതായത് ഈ മുഴുവൻ ലോകത്തിന്റെ കൺട്രോള് നമ്മുടെ കയ്യിലായിരിക്കണം. അതെ, ആദ്യം ജപ്പാനെ നമ്മുടെ കൈക്കുള്ളിലാക്കണം. പിന്നെ ഓരോരോ നാടുകളായി ഈ ലോകം മുഴുവനും നമ്മുടെ കൈപ്പിടിയിലാക്കണം. എന്തിനായി അലക്കണേ? അവര് കേട്ടിരിക്കുന്നു. കം, ലെറ്റ്സ് സ്റ്റാർട്ട്. ഭക്ഷണത്തിൽ ഉറക്ക ഗുളിക തന്ന് ഞങ്ങളെ ഇവിടെ ചതിച്ചു കൊണ്ടുവന്നിരിക്കുക. ധൈര്യം ഉണ്ടെങ്കിൽ കൈ അഴിച്ചിട്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നേരിട്. ധൈര്യമൊക്കെ ഉണ്ട്, പക്ഷെ താല്പര്യമില്ല. ഒരു മത്സരമില്ലാണ്ട് കാര്യങ്ങളെല്ലാം നടക്കുകയാണെങ്കിൽ പിന്നെ എന്തിനീ വഴക്കും തല്ലും? ഞങ്ങൾ അഹിംസാവാദികളാണ്. അതെ അതെ, ധൈര്യമുണ്ട്, പക്ഷെ അതിപ്പോ ഇവിടെ പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല. വരൂ, ആരംഭിക്കാം. ഇന്ന് തൊട്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയായിരിക്കും ജോലി ചെയ്യുന്നത്. ജോയിൻ മൈ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ്. എത്ര കുംഫു മാസ്റ്റേഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വരൂ. ഹരോട്ടോയെ വിട്ടേക്ക്. ഇവന്റെ അടുത്തുള്ള ബാക്കി പവേഴ്സ് എല്ലാം മോട്ടുവിന്റെ അടുത്ത് ഉപയോഗപ്രദമാക്കാം. കൻസർ, ഗച്ചാക്ക്, അവരെ ക്രൈം മാസ്റ്ററിന്റെ അടുത്ത് ട്രെയിനിങ് എടുത്തോണ്ടിരിക്കുക. എന്ത്? ക്രൈയിങ് മാസ്റ്ററിന്റെ അടുത്തോ? ട്രെയിനിങ് എടുക്കട്ടെ, എടുക്കട്ടെ. എന്നാലല്ലേ അവര് ഞങ്ങളുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് കാലിയാവുകയുള്ളൂ. ആ ക്രൈയിങ് മാസ്റ്ററിന്റെ ട്രെയിനിങ് ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് ഒരിക്കലും പൂർത്തിയാക്കാൻ കഴിയുകയില്ല. നമ്മുടെ എതിരാളികളെ ഒരിക്കലും നമ്മൾ തരം താഴ്ത്തി കാണരുത്, മനസ്സിലായോ? ഇനിയിപ്പോ അവര് ക്രൈം മാസ്റ്ററിന്റെ അടുത്ത് ട്രെയിനിങ് എടുക്കുകയാണെങ്കിൽ നമ്മളും കുറച്ച് ജാഗ്രതരായിരിക്കുന്നത് നല്ലതാണ്. ക്രൈം മാസ്റ്റർ അയാളുടെ അടുത്ത് പോകുന്നേ? എന്താ, അയാളുടെ അടുത്ത് പോകാൻ ധൈര്യമില്ലേ? പോകാം, പക്ഷെ ഇത്രയും പെട്ടെന്നല്ല. ഞങ്ങളുടെ ഉള്ളിൽ ലോകത്തിലെ എല്ലാ മാസ്റ്റേഴ്സിന്റെയും ശക്തി ആവാഹിച്ചതിന് ശേഷം ഞങ്ങൾ അയാളുടെ അടുത്തും പോയിരിക്കും. തൽക്കാലം അയാൾ മോട്ടു പത്ലുവിന് ട്രെയിനിങ് കൊടുക്കും. നോക്കാം നമുക്ക് എന്താണോ അയാൾ 1 മാസത്തിൽ പഠിപ്പിക്കുന്നതെന്ന്. വലിയേട്ടാ, എന്ത് പറ്റി? ഇന്നെന്താ റിക്ഷ സവാരി പോകുന്നില്ലേ? എന്താ കാര്യം? ഓയ് മോട്ടു, എന്റെ ചങ്ക്, ഈ ടാക്സി ഡ്രൈവർമാർ ഞങ്ങളെ ഓടാൻ സമ്മതിക്കുന്നില്ല. അവര് പറയുന്നത് ഈ റിക്ഷ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഓടിക്കാനാ. ഞങ്ങള് കാരണം അവരുടെ ഓട്ടം കുറയുവാണെന്ന്. ഇത് തെറ്റായ കാര്യമാണ്. പൊളിച്ചെടുത്തല്ലോ, അതൊക്കെ ശരിയാണ്. പക്ഷെ ടാക്സി ഡ്രൈവേഴ്സിന് ആരാണ് പറഞ്ഞ് മനസ്സിലാക്കുക? ഞങ്ങൾ മനസ്സിലാക്കി കൊടുക്കാം. നീ എന്നെ പഠിപ്പിക്കോ? നോക്കൂ സുഹൃത്തുക്കളെ, എന്നെ ആരോ പഠിപ്പിക്കാൻ വന്നിരിക്കണു. വരൂ, നമുക്കേ ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കാമല്ലോ.
മോട്ടു പത്ലു, ഇവരെ വെറുതെ വിടരുത്. ഞങ്ങളുടെ ദൈനംദിന തൊഴിലിൽ ഇവർ കൈകടത്താറുണ്ട്. ഇത് നോക്കൂ ചേട്ടാ, ഞങ്ങൾ ഇവിടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വന്നതൊന്നും അല്ല. ഈ ആൾക്കാർ ഇവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നവരാ. അവർക്ക് കുടുംബം നോക്കാൻ പൈസ ആവശ്യമല്ലേ? അവരുടെ പൈസ ഇങ്ങനെ തട്ടിപ്പറിക്കുന്നത് തെറ്റായ കാര്യമല്ലേ? കൂട്ടുകാരെ, ഇവർക്ക് പറഞ്ഞു കൊടുക്ക് ശരി എന്താണെന്നും തെറ്റെന്താണെന്നും. ഇന്ന് ഒരാൾ ശബ്ദമുയർത്തുന്നു, നാളെ കുറെ പേര് ശബ്ദമുയർത്തും. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ് ചേട്ടന്മാരെ, ഒരു മിനിറ്റ്. നിങ്ങൾ കുറച്ച് വിശ്രമിക്കൂ. ഞാൻ അപ്പോഴത്തേക്ക് ഈ മെസ്സേജ് ഒന്ന് വായിക്കട്ടെ. എന്താ എഴുതിയിരിക്കുന്നത്? അടി സഹായിക്കുന്നത് പോലെ ചേട്ടനനിയന്മാർ പോലും സഹായിക്കില്ല. ക്രൈയിങ് മാസ്റ്റർ. മോട്ടു, പണി തുടങ്ങിക്കോ. സോറി, തെറ്റുപറ്റിപ്പോയി. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു നിങ്ങൾ ആരായിരുന്നെന്ന്. അറിയാമായിരുന്നു തീർച്ചയായിട്ടും വരില്ലായിരുന്നു. ഈ നഗരം വളരെ വലുതാണ്. നമ്മൾക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ ഇവിടെ ജീവിക്കാം. എന്ത് പറയുന്നു? അങ്ങനെ വഴിക്ക് വാ നീ കേട്ടോ. ഇനി റിക്ഷ സവാരിക്കാരുമായി വഴക്കിടാതെ കൂട്ടുകാരാവാൻ നോക്ക്. വെരി ഗുഡ്. കൊള്ളാം. നിങ്ങളുടെയൊക്കെ ഫൈറ്റ് കണ്ടിട്ട് എനിക്ക് മനസ്സിലാവണോ നിങ്ങളെ ക്രൈയിങ് മാസ്റ്ററിന്റെ സ്റ്റുഡന്റ് ആണ്. എങ്കിൽ ക്രൈയിങ് മാസ്റ്ററിന്റെ സ്റ്റുഡൻസിന് വേണ്ടി ഇവിടെ ഭക്ഷണം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. എത്ര വേണേലും കഴിക്കാം. ഞങ്ങളുടെ കൂട്ടുകാർക്കോ? അതിനെന്താ, അവർക്കും ഫ്രീ ആണ്. എല്ലാരും തിന്നും കുടിച്ച് നല്ല ജാളിയായിട്ടിരിക്കും. നിങ്ങൾ രണ്ടാളും കലക്കി കഴിഞ്ഞിരിക്കുന്നു. എനിക്കറിയില്ല നിങ്ങൾ രണ്ടുപേരും ഇത്ര സൂപ്പർ ആയിരുന്നു. ഒരു സ്റ്റുഡന്റിനെ ഇതുവരെ തന്നെ നിന്ന് അടിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇയാൾ അവരുടെ ലീഡറാണ്. ഇയാൾ ഇവിടെ നിങ്ങളോട് ക്ഷമയിക്കാൻ വന്നതാണ്. ക്ഷമ ക്ഷമ ക്ഷമ. എന്ത്? ഞാൻ ഇവനോട് മാപ്പ് ചോദിക്കണമെന്നോ? ഇവൻ ചെയ്യുന്നത് മുഴുവൻ തെറ്റും, അതിന് ഞാൻ ഇവന്റെ അടുത്ത് മാപ്പ് ചോദിക്കണമെന്നോ? രണ്ടുപേരും ഒന്നിങ്ങോട്ട് മാറിയെന്ന്. എനിക്ക് രണ്ടുപേരുമായിട്ടൊന്ന് സംസാരിക്കണം. മോട്ടു, അവർക്ക് ഒറ്റ തവണയിൽ മനസ്സിലാക്കി കൊടുക്ക്. കൂടുതൽ സമയം എടുക്കരുത്. അകത്ത് നടക്കുന്നത് എനിക്ക് സൗണ്ട് ഇവിടെ കേൾക്കണം. ഞാനാണെങ്കിൽ ടാക്സി ഡ്രൈവർ അസോസിയേഷനെ പ്രതിനിധീകരിച്ച് താങ്കളോട് മാപ്പ് ചോദിക്കാൻ വന്നതാ. എന്താ? ഓ, എനിക്ക് ചെറുതായിട്ടൊരു തെറ്റ് പറ്റിപ്പോയതാണ്. സോറി കേട്ടോ. ഇവന്റെ ഈ സ്പീഡിലുള്ള സംസാരം കാരണം എനിക്കൊന്നും മനസ്സിലായില്ലെന്ന്. എന്ത് ചെയ്യാനാ? അതാ ഞാൻ പറഞ്ഞു, ഞാൻ ഇത്ര നേരം നിങ്ങളെ പൂഴ്ത്തുകയായിരുന്നു. പക്ഷെ നിങ്ങൾ എന്നെ പിടിച്ച് തല്ലുകയായിരുന്നു. ഇങ്ങനെ ആരെങ്കിലും ചെയ്യുവോ? ഇതുപോലെ നിലം തുടിക്കാതെ ആരെങ്കിലും തല്ലുവോ? ഇതുപോലെ ദയയില്ലണ്ട ആരെങ്കിലും തല്ലുവോ? ഞാൻ ശരിയായല്ലോ. യെസ് യെസ് യെസ്, ഞാൻ ശരിയായി. നിങ്ങളൊരു ഗുരുവാണ്. നിങ്ങൾ വെറും ഗുരുവല്ല, നിങ്ങളൊരു മഹാഗുരുവാണ്. അതല്ല ഞാനിപ്പോ ശരിയായത്. എനിക്ക് തോന്നുന്ന 2 പഞ്ച് മുഖത്ത് തന്നില്ലേ ഇങ്ങനെ, അതുകൊണ്ടാ ശരിയായത്. എനിക്ക് ശരിയായി. ഇനി ഗുരുജി, താങ്കൾക്ക് ആരെങ്കിലും തല്ലണം തോന്നുന്നുണ്ട് എന്നെ വിളിച്ചാൽ മതി. എന്നിട്ട് എന്നെ തല്ലുക. എന്റെ ഗുരു ജയിക്കട്ടെ. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേരും നല്ല ആൾക്കാരാണ്. ഇന്നലെ ആ റിക്ഷക്കാരന് നിങ്ങൾ നീതി വാങ്ങിക്കൊടുത്തത് എത്ര നല്ലതാണ്. അത് ഞങ്ങൾ ചെയ്തില്ലെങ്കിൽ മറ്റാരെങ്കിലും വന്ന് ചെയ്തു കൊടുക്കും. നമ്മളൊക്കെയല്ലേ ഇതൊക്കെ ചോദിക്കേണ്ടത്. നീ ചെയ്തില്ലായിരുന്നേ മാസ്റ്റർ ചെയ്തേനെ. ആർക്കും അറിയില്ല മാസ്റ്ററിന്റെ ആ റിക്ഷ എന്ന്.
എന്നിട്ട് താങ്കൾ വാടകയുടെ രൂപത്തിൽ ഒരു yen മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം ഒരു പാവപ്പെട്ട മനുഷ്യൻ അയാളുടെ കുടുംബം ഓടിച്ചോട്ടെന്ന് കരുതി. എന്റെ അമ്മോ, അത് ശരിക്കും വലിയൊരു നല്ല മനസ്സ് തന്നെയാ. ഇത് മാത്രമല്ല, നിങ്ങൾ ഭക്ഷണം കഴിച്ച ഹോട്ടലല്ലേ, അതുകൂടെ മാസ്റ്ററിന്റേതാണ്. അതിൽ എല്ലാ സ്റ്റുഡൻസിനും ഫ്രീ ആയിട്ടാണ് ഭക്ഷണം കൊടുക്കാറുള്ളത്. ദരിദ്രർക്കും പാവപ്പെട്ട മനുഷ്യർക്കും അവിടെ ഫ്രീ ആയിട്ടാണ് ഭക്ഷണം കൊടുക്കാറുള്ളത്. മാസ്റ്റർ, നിങ്ങൾ വലിയൊരു കാര്യം ചെയ്തിരിക്കുന്നേ. ഞാൻ ഇതിനൊക്കെ തന്നെ വേണ്ടിയാണ് കാശ് വാങ്ങുന്നതും, അല്ലാതെ പൈസ എനിക്ക് എന്ത് ചെയ്യാനാണ്? നിങ്ങൾ വേറെ ഏതെങ്കിലും മാസ്റ്ററുടെ കൂടെ പോയതാണെങ്കിൽ അദ്ദേഹം പൈസ വാങ്ങുമായിരുന്നില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഹിം നരേഷിന്റെ അടുത്തും ബോൺലെസ് മാസ്റ്ററിന്റെ അടുത്തും ട്രെയിനിങ്ങിന് പോയപ്പോൾ അവരൊന്നും എന്റെ അടുത്തുനിന്ന് പൈസ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. എന്ത്? എന്താ പറഞ്ഞത്? നിങ്ങൾ രണ്ടുപേരും ഹിം നരേഷിന്റെയും ബോൺലെസ് മാസ്റ്ററിന്റെയും കീഴിൽ പഠിച്ചതാണെന്നോ? കൊള്ളാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പഠിക്കാൻ കഴിയുന്നത്. അവരെല്ലാം എന്റെ ഉറ്റ സുഹൃത്തുക്കളാണ്. ആദ്യമേ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഒരു പൈസ പോലും നിങ്ങളിൽ നിന്ന് ഈടാക്കില്ലായിരുന്നു. എന്തു പറ്റി? ഒന്നുമില്ല. ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് 5000 yen തരുന്നുണ്ട്. കാരണം അതൊരു ചാരിറ്റിക്ക് വേണ്ടിയല്ലേ പോകുന്നത്. പത്ലു, എന്റെ ചങ്കേ ബ്രോ, നീ പറഞ്ഞത് വളരെ ശരിയാ. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കാശ് കൊടുക്കാൻ ഒരിക്കലും മടി കാണിച്ചിട്ടില്ലല്ലോ. വരൂ കസീട്ട, നമുക്ക് ചെന്ന് നമ്മുടെ ജോലി അങ്ങ് തുടങ്ങാം. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേരും വളരെ ഭാഗ്യവാന്മാരാണ്. നല്ല സുഹൃത്തുക്കളാണ് നിങ്ങൾക്കുള്ളത്. ഐ തിങ്ക് നമ്മൾ ബെസ്റ്റ് 3 കുങ്ഫു മാസ്റ്റേഴ്സിന് വേണ്ടി തയ്യാറാണെന്ന്. അവരെ പിടിക്കാൻ വളരെ എളുപ്പമല്ല. അവർക്ക് ഒരു നിമിഷത്തിന് പോലും ഇളവ് കൊടുത്താൽ അവര് നമ്മളെ തന്നെ തീർത്തു കളയും. അതെ, അവര് നമ്മളെ തീർക്കുന്നതിന് മുമ്പ് നമുക്ക് ചെന്ന് അവരെ പിടിക്കണം. ഓക്കെ, ഇനി മുകളിൽ ടവറിനടുത്തേക്ക് പോകേണ്ട സമയമായി. ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. വേഗമാവട്ടെ. വേഗം വന്നേ. സ്പീഡ് ഈസ് ദ കീ. ആദ്യത്തെ കാൽ പൊന്തുമ്പോൾ തന്നെ രണ്ടാമത്തെ കാലും പൊന്തിരിക്കണം. രണ്ടാമത്തെ കാൽ പൊന്തുമ്പോൾ ആദ്യത്തെ കാൽ മുകളിൽ എത്തിയിരിക്കണം. ഓക്കെ മാസ്റ്റർ. Fight! Get up! Fight! Fight!
മാസ്റ്റർ നിങ്ങൾ ഇത് എങ്ങനെ ചെയ്തത്? പഠിപ്പിച്ചു തരാം, എല്ലാം പഠിപ്പിച്ചു തരാം. പക്ഷേ ഒന്ന് മാത്രം മനസ്സിലാക്കുക, സ്പീഡ് ഈസ് ദ കീ. സ്പീഡിന്റെ കൂടെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ബോഡിയിലെ ഫുൾ എനർജി 2 കൈകളിലുമായി എടുക്കണം. എന്നിട്ട് ക്ലൗഡിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അത് പൂർണ്ണമായും നശിച്ചു പോകും. അത് തീർത്തും അപ്രത്യക്ഷമാകും. അതുകൊണ്ട് എപ്പോഴും ഓർമ്മ വെക്കുക, ശരീരത്തിന്റെ ഫുൾ എനർജി 2 കൈകളിലുമായി വെക്കുക. കാലാവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. മാസ്റ്ററിനെ നാപ്പിംഗ്, മാസ്റ്ററിനെ അറസ്റ്റ് ചെയ്തു, മാസ്റ്ററിനെ നാപ്പിംഗ്. എന്റെ ഇതുവരെയുള്ള വിദ്യാർത്ഥികളിൽ നിങ്ങൾ 2 പേരുമാണ് മിടുക്കർ. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഫൈറ്റ് ചെയ്യൂ. ഇത് നമ്മുടെ ഇടയിലെ അവസാനത്തെ ട്രെയിനിങ് ഫൈറ്റ് ആയിരിക്കും. മാസ്റ്റർ എന്ത് പറ്റി? ഈ കരയുന്നതും ഒരു ട്രിക്കാണ്, ശത്രുക്കളുടെ ശ്രദ്ധ മാറ്റിയെടുക്കാൻ. അതിന് പല മാർഗങ്ങളും ഉപയോഗിക്കാം. നമ്മുടെ ചെയ്തികളിൽ അവർ ആശ്ചര്യപ്പെടണം. ഒരു നിമിഷം അതവരുടെ അവസാന നിമിഷമായി മാറ്റാം, നിങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായോ? എന്നെ ക്രൈയിങ് മാസ്റ്റർ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടെന്ന്? മനസ്സിലായി മാസ്റ്റർ, എല്ലാം മനസ്സിലായി. ഞാൻ ഫുർഫുറിനൊക്കെ ഫോൺ ചെയ്തപ്പോ ഞാൻ കേട്ടു നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന്. മോട്ടോ മാസ്റ്ററിനെ നാപ്പിംഗ് ചെയ്തു. എന്ത്? മാസ്റ്റർ നാപ്പിംഗ് ആയെന്നോ? നിങ്ങൾ പറയുന്നത് കേട്ടാ അദ്ദേഹം ഉറങ്ങാണെന്ന്? അങ്ങനെയല്ല, മാസ്റ്റർ നാപ്പിംഗ് ആയെന്ന്. എന്താ പറയാ അതിന്? അല്ലെ പിടിച്ചോണ്ട് പോയിട്ട് പൈസ വയ്ക്കില്ലേ അത്. ഓ, കിഡ്നാപ്പിംഗോ? എന്ത്? മാസ്റ്ററിനെ കിഡ്നാപ്പിംഗ് ചെയ്തെന്നോ? അത് തന്നെ, അത് തന്നെ. അതെ, ഹിംനരേഷിന് ആർക്കാണ് കിഡ്നാപ്പ് ചെയ്യാൻ ധൈര്യമുള്ളത്? തീർച്ചയായിട്ടും ഇതിലെന്തോ കള്ളമുണ്ട്. മുക്രി, നീ ആദ്യം ഇംഗ്ലീഷ് പറയുന്നത് നിർത്തിയിട്ട് നേരെ വണ്ണ ഹിന്ദിയിൽ പറ. എന്താ ഉണ്ടായേ? 2 ട്വിസ്റ്റർ വന്നിട്ട് ഇങ്ങനെ മാസ്റ്ററിനെ പിടിച്ചോണ്ട് പോയി. ബ്രദേഴ്സോ? ഞങ്ങൾക്ക് പെട്ടെന്ന് പോയേ പറ്റൂ. പറ്റില്ല, ട്രെയിനിങ് ഇനിയും ബാക്കിയുണ്ട്. അത് കഴിയാതെ ഞാൻ പറഞ്ഞയക്കില്ല.
പക്ഷേ ഹിം നരേഷിനെ അവർ കൊണ്ടുപോയിരിക്കുകയാണ്. ഞങ്ങൾക്ക് അയാളെ രക്ഷിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ അവരൊക്കെ ഹിം നരേഷിന്റെ പവർ എടുത്തു കളയും. ഒരു ദിവസം കൂടി, അത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടി പോകാം. ഹിം നരേഷ് എന്റെയും കൂടി സുഹൃത്താണ്. ഇന്നത്തേക്ക് ഇനിയും ഇത്രയും മതി. പോകൂ, ഭക്ഷണം കഴിക്കൂ, കറങ്ങി നടക്കൂ. ട്രെയിനിങ് നാളെയാകാം. മാസ്റ്റർ. അതെ അതെ, ആരെങ്കിലും ഞങ്ങളെ എയർപോർട്ടിൽ കൊണ്ടുപോകും. ആരെങ്കിലും ഒന്ന് ടാക്സി വിളിച്ചു തരൂ. അയ്യോ, ഇന്നും ഒരു ടാക്സി പോലും ഇല്ലല്ലോ. എത്ര പൈസ വേണമെങ്കിലും തരാം. എത്രയും പെട്ടെന്ന് ഞങ്ങളെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോയാ മതി. അല്ലെങ്കിൽ ഞങ്ങളുടെ ഫ്ലൈറ്റ് മിസ്സാകും. ഞങ്ങൾക്ക് 1000 കോടി രൂപ നഷ്ടമാകും. ഇന്ന് ഒരു ടാക്സിയും കിട്ടില്ല സാർ, കാരണം ഇന്ന് ഹർത്താലാണ്. 15 മിനിറ്റായി റിക്ഷക്കാരനെ എയർപോർട്ടിൽ എത്തിക്കാൻ സാധിക്കില്ല നിങ്ങളെ, കാരണം എയർപോർട്ട് ഇവിടെ 50 കിലോമീറ്റർ ദൂരമാണ്. അയ്യോ, ഇനിയിപ്പോ എന്താ സംഭവിക്കുക? റിക്ഷക്കാരനുണ്ടോ ഞങ്ങളെ 15 മിനിറ്റ് ആകുമ്പോൾ എയർപോർട്ടിൽ എത്തിക്കാൻ? ഞങ്ങൾ അവർക്ക് 1 ലക്ഷം yen കൊടുക്കാം. 1 ലക്ഷം യെന്നോ? പത്ലു, 1 ലക്ഷം yen നമുക്ക് മാസ്റ്റർക്ക് കൊടുക്കാമല്ലോ. അത് അദ്ദേഹത്തിന് ചാരിറ്റിയിൽ ഉപയോഗിക്കാമല്ലോ. വരൂ, നമുക്ക് ഇവരെ അവിടെ എത്തിക്കാം. പരിശ്രമിക്കുന്നവർക്ക് പരാജയം ഉണ്ടാവില്ല. പിന്നെ ഈ മോട്ടു പത്ലുവിന്റെ ജോഡിക്ക് എന്തും ചെയ്യാൻ പറ്റുന്നതാണ്. മോട്ടു, ഓർമ്മ വെച്ചോ, സ്പീഡ് ഈസ് ദ കീ. ഓക്കെ പത്ലു, വരൂ വലിയേട്ടാ, ഞങ്ങൾ നിങ്ങളെ എത്തിക്കാം എയർപോർട്ടിലേക്ക്. നിങ്ങളൊക്കെ വെറുതെ ഇരുന്ന് തന്നാൽ മതി. പിന്നെ കണ്ടോളൂ ഞങ്ങളുടെ കഴിവ്. പത്ലു, ലെഫ്റ്റിലേക്ക് വിട്ടോ. ഓക്കേ മോട്ടു. ചേട്ടന്മാരെ, ഞങ്ങൾ നിങ്ങൾ എയർപോർട്ടിൽ എത്തിക്കും വെറും 15 മിനിറ്റ് കൊണ്ട്. ധൈര്യമായിട്ടിരുന്നോളൂ. എനിക്ക് എയർപോർട്ടിൽ എത്തണ്ട, സ്വർഗത്തിലല്ല. താങ്ക് യു. ഇതുപോലൊരു എക്സ്പീരിയൻസ് ഒരിക്കലും കിട്ടിയിട്ടില്ല. നിങ്ങൾ ഹ്യൂമൻ അല്ല, സൂപ്പർ ഹ്യൂമൻ ആണ്. ഇന്നാ പിടിച്ചോ 1 ലക്ഷം yen. അല്ല, എന്തിനാ 1 ലക്ഷം? 10 ലക്ഷം yen. നിങ്ങൾ ഇപ്പൊ ചെയ്തത് ഒരു മനുഷ്യന് പോലും ചെയ്യാൻ പറ്റില്ല. സത്യമാ പറഞ്ഞ്. ക്രൈം മാസ്റ്റർ, നിങ്ങൾ ഇവിടെ? യെസ്, ഇത് നിങ്ങളുടെ അവസാനത്തെ ടെസ്റ്റ് ആയിരുന്നു. സ്പീഡ് ഈസ് എ കീ. ആ കുങ്ഫു ബ്രദേഴ്സിനോട് ഫൈറ്റ് ചെയ്യണമെങ്കിൽ സ്പീഡ് വേണം. ഇതോടുകൂടി നിങ്ങളുടെ ട്രെയിനിങ്ങും സമാപിച്ചിരിക്കുന്നു. താങ്ക് യു മാസ്റ്റർ. മോട്ടോ പത്ലു, മോൺലെസ് മാസ്റ്ററെ ആരോ കടത്തിക്കൊണ്ടുപോയോ? അല്ല, കാണാതെ പോയോ? അല്ലല്ല, ഒരു ട്വിസ്റ്റർ വന്നു, അത് കറക്കിക്കൊണ്ടുപോയി. എന്ത്, തട്ടിക്കൊണ്ടുപോയെന്നോ? അങ്ങനെയാണെങ്കിൽ കിഡ്നാപ്പ് ചെയ്തു അല്ലേ? നിങ്ങൾക്ക് പറയാൻ അറിയില്ലെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കെ. മാസ്റ്റർ, ഞങ്ങൾക്ക് ഫോറിനിലേക്ക് പോയേ പറ്റൂ. നാളെ പ്രഭാതമാവുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തിയിരിക്കും. നാളെ രാവിലെ എന്ന് പറയുമ്പോൾ ഒരുപാട് ലേറ്റ് ആവുമല്ലോ. ഡോണ്ട് വറി, ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അല്ല മാസ്റ്ററെ, നിങ്ങൾ എങ്ങനെ എന്റെ മനസ്സിൽ വിചാരിക്കുന്നതൊക്കെ പുറത്ത് പറയുന്നത്? ഞാൻ ഗസ് ചെയ്യാറേ ഉള്ളൂ. ആ ഗസ് എപ്പോഴും ശരിയുമായിരിക്കും. എന്റെ അമ്മോ, ചുഴലിക്കാറ്റും ഇതാ ഇവിടെ എത്തിക്കഴിഞ്ഞല്ലോ. അങ്ങോട്ട് മാറി നിൽക്ക്. ഇതൊന്നു മാത്രമല്ലേ ഉള്ളൂ, മറ്റത് എവിടെ? ഇവിടെ.
വേണ്ട. വരൂ, വന്ന് വേഗം ചെയ്യ്. ഇനി നമ്മൾ ആർക്ക് വേണ്ടിയാ കാത്തിരിക്കുന്നത്? മോട്ടുവിന്റെയും പത്ലുവിന്റെയും അവരുടെ മുമ്പിൽ അവരുടെ കൂട്ടുകാരൻ ഹറൂട്ടോ പിന്നെ അവരുടെ മാസ്റ്റേഴ്സിന്റെയും പവർ ചോർത്തിയെടുത്താൽ അവർക്ക് മനസ്സിലാവും നമ്മുടെ കൂടെ ഏറ്റുമുട്ടിയത് അവർ ചെയ്ത വിഡ്ഢിത്തരത്തിൽ ഏറ്റവും വലിയ വിഡ്ഢിത്തരമാണ്. കുംഫു അവരെയൊക്കെ വെറുതെ വിടൂ. എങ്കിൽ ഞാനും തന്നെ വെറുതെ വിടാം. ഇല്ലെങ്കിൽ ശരി, ഞാൻ നിങ്ങളുടെ കൂട്ടുകാരനെയും മാസ്റ്റേഴ്സിനെയും വിടാൻ തീരുമാനിച്ചിട്ടില്ല. ഒന്ന് കാണിക്ക് എന്താ ചെയ്യാൻ പോണെന്ന്. അതെ അതെ, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കാണിക്ക്. എന്ത് ചെയ്യാൻ പറ്റും? ഖജാക്, ഒരു ഫോട്ടോ എടുത്തോട്ടെ, അല്ലെങ്കിൽ ഇനി ചിലപ്പോ അതിന്റെ അവസരം കിട്ടിയില്ലല്ലോ. ഖജാക് എടുത്തോളൂ എടുത്തോളൂ, വീണ്ടും എടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഞങ്ങളുടെ അല്ല, അവരുടെ ഫോട്ടോ എടുക്ക്. അവരുടെ അല്ല, ഇന്ന് ഞാൻ നിങ്ങളുടെ ഫോട്ടോ എടുക്കാൻ പോണ. ഖജാക്, മോട്ടു പത്ലുവിന്റെ കൈ കൊണ്ട് ഇന്ന് നിങ്ങളുടെ എന്താ നടക്കാൻ പോണേ. മോട്ടു പത്ലുവിനെ പോലെ സത്യസന്ധരായ മനുഷ്യര് ഒരിക്കലും തോക്കാൻ പാടില്ല. ഖജാക്, വിഷമിക്കണ്ട, നീ ക്യാമറ തയ്യാറായിക്കൊള്ളൂ. ഞങ്ങളെ ഉമ്മാരെ പറഞ്ഞു വിടാം. മോട്ടു പത്ലു, അവർ ഓടുന്നത് നിങ്ങൾ തടയണം, അല്ലെങ്കിൽ ഞങ്ങളുടെ 4 പേരുടെ പവേഴ്സ് അവരെ ആവാഹിച്ച് വലിച്ചെടുക്കും. വിളിച്ചെടുത്തല്ലോ. മോട്ടു പത്ലു, വേഗം ചെന്ന് മാസ്റ്ററിനെ രക്ഷിക്കാൻ നോക്കേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ലല്ലോ. പത്ലു, നീ എന്തെങ്കിലും ആലോചിക്കേ. ഐഡിയ. നമുക്കും ഇതേ സ്പീഡിൽ കറങ്ങിയിട്ട് ഇതിനകത്തേക്ക് നുഴഞ്ഞു കേറാം. ഓക്കെ പത്ലു, വാ. അല്ല ചേട്ടാ, ഒന്ന് വേഗം ഓട്. ഇനിയും വേഗം ഓട് ഓട്. നിങ്ങൾ പോവരുത്. വേഗം വരൂ മാസ്റ്റർ, ഇവിടുന്ന് വേഗം. മോട്ടു പത്ലു, നിങ്ങൾ ഞങ്ങളോട് മത്സരിക്കാൻ നോക്കുകയായിരുന്നല്ലേ? നോക്ക് ഞങ്ങളുടെ പവർ. എന്റെ അത്തിപ്പാറ അമ്മച്ചി ഹമാർ കൊടുക്കുന്ന ശക്തിയാ കേട്ടോ. എന്തൊരു ഇടിയാ. എണീറ്റ്
തിരിച്ചു വന്നേക്കാം. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? പെട്ടെന്ന് എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. ഞാൻ എങ്ങനെയെങ്കിലും അവരുടെ ശ്രദ്ധ തിരിക്കാൻ മോട്ടു. ആ സമയത്ത് നീ മെഡിറ്റേഷൻ ചെയ്ത് നിന്റെ പവർ വർദ്ധിപ്പിക്ക്. അതിനുശേഷം നീ നിന്റെ പണി തുടങ്ങിക്കോ. ഓക്കെ പത്ലു. വേഗം വാ. എന്റെ അമ്മേ. കാണിച്ചു തരണം നിന്നെ. മോട്ടു നിക്ക്. ഇവനെ ഞാൻ നോക്കിക്കോളാം. ഇല്ല, അവരെന്റെ ഉള്ളിലുള്ള പവേഴ്സ് എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും ശക്തി ഒന്നാക്കിയെടുക്കൂ. മാസ്റ്റർ, നിങ്ങൾക്ക് വിശ്രമിക്കൂ. ഇവന്മാർക്ക് നിങ്ങളുടെ ശിഷ്യരായ ഈ മോട്ടവും പത്ലവും തന്നെ ധാരാളം. ഇല്ല, അവരവരുടെ തന്നെ ക്ലൗഡ് കോൺ ഉണ്ടാക്കിയിരിക്കുന്നു. ഇല്ല ഇല്ല, ഒരു മാസം കൊണ്ട് നിഞ്ച ക്ലൗഡ് ടെക്നിക് എങ്ങനെയാണ് പഠിപ്പിച്ചത്? നമ്മുടെ മാസ്റ്റർ നന്നാവുകയാണെങ്കിൽ ഏതൊരു സ്റ്റുഡന്റിനും എന്തും പഠിച്ചെടുക്കാൻ പറ്റും. സ്റ്റുഡൻസ് നല്ലവരാണെങ്കിൽ എന്തും പഠിക്കാൻ പറ്റും. ആരുടെയൊക്കെയോ പവേഴ്സ് എടുത്തതെന്ന് വെച്ചാൽ അതെല്ലാം അവർക്ക് തിരിച്ചു പോവുകയാണ്. മോട്ടു പത്ലു, വളരെ സന്തോഷമായി നിങ്ങളെ രണ്ടാമത് കണ്ടതിന്. താങ്ക് യു മോട്ടു പത്ലു. നിങ്ങൾ ധൈര്യശാലികൾ മാത്രമല്ല, നല്ല മനസ്സുള്ളവരാ. അല്ല, ഒരു മിനിറ്റ്, ഞാൻ ഇനി ഒരു നല്ല ഫോട്ടോ എടുത്തോട്ടെ. ഗജാക്.
Watch India's largest kids library only on Jio Hotstar. Download the app now.